ഇന്നത്തെ ഗോസ്പലിൽ യേശു വഞ്ചിയിൽ നിന്നിറങ്ങുന്നത് ഗനേസറത്താണ്. ഗനേസറത്തിന് പ്രത്യേകത കൃഷി ഒത്തിരിയുള്ളൊരിടമാണ്. ഒത്തിരി പേര് ഫാർമേഴ്സാണ്. കാരണം നല്ല വെള്ളമുണ്ട്. അവിടെ മാത്രമല്ല, തൊട്ടടുത്ത് ഗലീലി തടാകമാണ്, അവിടെയും നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് ആ ഗനേസറത്ത് സ്ഥലം ഒരു സമതല പ്രദേശം, നല്ല വെള്ളം കിട്ടുന്നൊരിടം. അതുകൊണ്ട് ഒത്തിരി പേര് കൃഷി ചെയ്തു. അതുകൊണ്ട് തന്നെ ഉണ്ടായൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്. ഒത്തിരി മനുഷ്യരവിടെ ജീവിക്കുന്നു. അവരൊക്കെ ഈ കർഷക ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിച്ചിരുന്ന വലിയൊരു കൂട്ടം മനുഷ്യരുടെയിലാണ് ക്രിസ്തു എന്നെത്തുന്നത്. ഇന്നത്തെ ഗോസ്പൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് രോഗികളുമായി ബന്ധപ്പെട്ടാണ്. രോഗികളെ കൊണ്ട് പൊതുസ്ഥലങ്ങളിലൊക്കെ അവർ കിടത്തിയെന്നാണ് ദ ഗോസ്പലിൽ പറയുന്നത്. ഇതിലല്പം ആകർഷകമായി തോന്നിയ ഒരു കാര്യം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഈ ഒരു വാക്യം ഒന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്തു. അതിന് കാരണം, അവരാരോടായിരിക്കും അപേക്ഷിച്ചത്? തീർച്ചയായിട്ടും ചുറ്റും വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തായിരിക്കും. കാരണം ഒത്തിരി തിരക്കായി പോയി. യേശുവിൻ്റെ അടുത്ത് കുറച്ച് പേർക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ട്, ചിലർക്കൊന്നും എത്താൻ പറ്റുന്നില്ല. ചിലർ അവൻ്റെ വസ്ത്രത്തിന് വിളുമ്പെങ്കിലും തൊടാൻ വേണ്ടി ഇങ്ങനെ വഴിയിലൊക്കെ കിടത്തി. ഇത്തിരി ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലാണ് യേശു ഇപ്പോൾ. ഒരു വലിയൊരു സെലിബ്രേറ്റ് പോകുമ്പോൾ ചുറ്റും കുറേ വോളണ്ടിയേഴ്സ് നിന്നിങ്ങനെ മുമ്പോട്ട് നയിക്കുന്നത് പോലെ, സെക്യൂരിറ്റി ഗാർഡ് പോലെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ആരൊക്കെയോ ആ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും ഒന്ന് തൊടാൻ അനുവദിക്കുമോ? എത്ര മനോഹരമായിട്ടാണ് ഗോസ്പലിൽ മാർക്കോസ് സുവിശേഷകൻ ഈ ഒരു സംഭവത്തെ രേഖപ്പെടുത്തിയല്ലേ. സഭയിലെ ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്വം എന്താണെന്ന് ഇന്നത്തെ ഗോസ്പലിൽ ആ ഒറ്റ വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ചില മനുഷ്യർക്കൊക്കെ അസിസ്റ്റൻസ് ആവശ്യമാണ്. ചിലർക്കൊന്നും അത്ര എളുപ്പത്തിലൊന്നും കർത്താവിൻ്റെ അടുത്തെത്താൻ പറ്റില്ല. എന്ത് കാരണമെന്നറിയില്ല. ചിലപ്പോൾ അവരുടെ കാരണങ്ങൾ, ചിലപ്പോൾ മറ്റാരുടെയൊക്കെയോ കാരണങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് പല മനുഷ്യർക്കും അത്ര എളുപ്പത്തിലൊന്നും യേശുവിൻ്റെ അടുത്തെത്താൻ പറ്റുന്നില്ല. ഒത്തിരി ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് അവരുടെ തന്നെ സ്വകാര്യ പ്രശ്നങ്ങളാണ്. ഈ സ്വകാര്യ പ്രശ്നങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ നമുക്കാർക്കും കഴിയില്ല. അത് വ്യക്തിപരമായ കാര്യമാണല്ലോ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്കൊക്കെ എങ്ങനെയും ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തണം. പക്ഷേ അതിന് ചിലരുടെയൊക്കെ അസിസ്റ്റൻസ് ആവശ്യമാണ്. ഗോസ്പലിൽ എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരുടെ ഒരു അസിസ്റ്റൻസിന് വേണ്ടി അവരാവശ്യപ്പെട്ടു, അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും കുറേ മനുഷ്യരൊക്കെ യേശുവിൻ്റെ അടുത്ത് എത്തണം, അവർക്ക് പറ്റുന്നില്ല. അവരെയൊക്കെ ഇങ്ങനെ കൈ പിടിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ തോളിലെടുത്ത്, അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് അവരെയൊക്കെ ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും കുറച്ചും കൂടി ക്രിസ്തുവിൻ്റെ അടുത്താണ്. സാധാരണക്കാരിൽ നിന്നും കുറച്ചും കൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അത്ര കുറഞ്ഞവരൊന്നുമല്ല നമ്മൾ. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരുമാണ്. ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ ചേർന്നിരിക്കുന്നതിനോടൊപ്പം ചില മനുഷ്യരെയും കൂടി കർത്താവിനടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ അവർ യേശുവിൻ്റെ അടുത്താണ്. ഇനി കുറച്ച് മനുഷ്യരും കൂടെ അപേക്ഷിച്ചു, ഞങ്ങളെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? ഇങ്ങനെ കുറേ മനുഷ്യർ നമ്മുടെ മുമ്പിൽ വെമ്പുമ്പോൾ അവരെയും കൂടി ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിനോടെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. കുറച്ചും കൂടി ആർക്കൊക്കെ വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുക, കുറച്ചും കൂടെ ചിലരെയൊക്കെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജീവിതം കൊണ്ടൊക്കെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക. നമ്മുടെ ഉത്തരവാദിത്വം ക്രിസ്തുവിനിങ്ങനെ ബോഡി ഗാർഡായിട്ട് നടക്കുക എന്നുള്ളത് മാത്രമല്ലെന്നേ, കുറച്ചും കൂടി ആരെയൊക്കെയോ ദൈവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ്. പ്രിയമുള്ളവരെയും, ക്രിസ്തു ഇപ്പോഴും സെലിബ്രേറ്റ് തന്നെയാണ്. ആ ക്രിസ്തുവിനെ കുറച്ചും കൂടി ആളുകൾക്ക് അടുത്തെത്തിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ ഇങ്ങനെ മറ്റുള്ള അകറ്റിക്കൊണ്ടിരിക്കുന്നത്? ആവർത്തിച്ചവൻ പറഞ്ഞല്ലോ, നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നത്. ആരൊക്കെയോ ഇപ്പോഴും പള്ളിയുടെ പുറത്താണ്, ആരൊക്കെയോ ഇപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് വരാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട്. കരം പിടിച്ചും മാറോട് ചേർത്തും തോളിലെടുത്തൊക്കെ അവരെ ക്രിസ്തുവിൻ്റെ അടുത്തെത്തിക്കുക. കുറച്ചും കൂടി നമ്മൾ വലിയ മനുഷ്യരായിത്തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പാ